ടെൻഷൻ അടിക്കാണ്ടിരിക്കേ, ഇഷ്ടമുള്ള ഓർഡർ ചെയ്ത് കഴിക്കേ. ഡോ സർ. ഹാ, നീ ഇപ്പോഴും ഇവിടെ തന്നെയാണോ? അതെ സാർ. 4 ബിരിയാണി. ഈ സമയത്ത് ബിരിയാണി ഇല്ല സാർ. എന്താ ഈ സമയത്തിന് കുഴപ്പം? അല്ല, ബിരിയാണി ആകുമ്പോൾ ഒരു 11 മണിയാവും. ഗീ റൈസ് ബീഫ് റോസ്റ്റും ഉണ്ടോ? അതെങ്കിലും ഉണ്ടോ അവിടെ? ഇല്ല സാർ, അതില്ല സാർ. ഞാൻ പറഞ്ഞില്ലേ, ഇഡ്ഡലി നെയ്റോസ്റ്റൊക്കെ ഉള്ളൂ. ശ്രീലങ്ക, ഓസ്ട്രേലിയ, നൈജീരിയ ഇവിടെയൊക്കെ 4 മണിയാകുമ്പോൾ സാധനം കിട്ടും. കേരളത്തിൽ നടക്കില്ല സാർ. നമ്മളൊന്ന് ആലോചിച്ചിട്ട് പറയാം. ആ, നമ്മളൊന്ന് ആലോചിച്ചിട്ട് പറയാം. സാർ അത് എന്നോട് പറഞ്ഞ ഡയലോഗാണ്. നിന്റെ കാര്യം മാത്രം നീ നോക്കാം കേട്ടാ. സോറി സാർ. കഴിക്കാൻ എന്താ വേണ്ടേ? തൽക്കാലം പോയി നീ വെള്ളം എടുത്തിട്ടോ. ശരി സാർ. അങ്ങനെ വെള്ളം കുടിപ്പിച്ച് തന്നെ ഞാനാണ് കൂടും. ഇതങ്ങ് ഇട്ട് കഴിഞ്ഞാൽ അവൻ ശരിക്കും വെള്ളം കുടിച്ചു തന്നെ. അവിടെ കിടക്കട്ടെ. അവന് മാത്രം മതി, ആ പാവം മണ്ടന്മാർക്ക് വേണ്ട. കലങ്ങ് ഇനി അവൻ്റെ വയറ്റിൽ കിടന്ന് കലങ്ങാനുള്ള. പൈസ തന്നില്ലെങ്കിൽ ഉണ്ടല്ല, അറിയാലോ. ശരി, ഇവിടെ നോൺ വെജ് എന്താ ഉള്ളത്? ഒരു 10 മിനിറ്റ് ചിക്കൻ റെഡിയാവും സാർ. ഞാൻ നിനക്ക് വേണ്ടി 10 മിനിറ്റ് വെയിറ്റ് ചെയ്യണോ? അല്ല, ഒരു 5 മിനിറ്റ്. ഓക്കെ. 1, 4, 6, 8, 16 ഇഡലി, 4 ബീഫ് റോസ്റ്റും. ആ സാർ. സാർ ചിക്കൻ അല്ലേ സാർ? ആ ഓക്കെ, ചിക്കൻ എങ്കിൽ ചിക്കൻ. സാർ വെള്ളം കുടിച്ചില്ല? നിങ്ങൾക്കറിയോ, ഈ ഇഡലി ദോശ പോലുള്ള വെള്ള സാധനങ്ങളുടെ കൂടെ ഇറച്ചി, ബീഫ്, മട്ടൻ ഇതൊക്കെ ഭയങ്കര കോമ്പിനേഷനാണ്. ഇവിടെ അങ്ങനത്തെ സ്പോട്ടൊന്നും ഇല്ലല്ലേ? ആ, ഈ ഇഡലിയുടെ കൂടെ പോർക്കൊക്കെ ഉണ്ടല്ലോ, ഒരു പ്രത്യേക രസമാണ്. എന്താ ഞാനും വരണോ ഇനി? വേണ്ട, പോടോ. ആ, ഓട്ടിയാനൊരു വരവ് ഒരു ചേട്ട. ബെഗർ ഓഫ് സൺ ഓഫ് മങ്കി, ബാർനക്കിൾസ്. ഞാൻ പറഞ്ഞില്ലേ അങ്ങോട്ട് വിളിക്കാന്ന്. ആര്? നിന്റെ അച്ഛൻ. ആ ഡാഡി പറ. എന്താടാ തെറി? അല്ല, സ്പോക്കൺ ഇംഗ്ലീഷിന് ക്ലാസ്സിന് പോണ്ടേ? നീ ഇപ്പോഴും സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കുന്നുണ്ടോ? അല്ല, ഇടയ്ക്കൊക്കെ പോവും. നീ എന്നെ മങ്കിന്ന് വിളിച്ചാ? ഞാനാ മങ്കീന്നാ? മങ്കീന്നല്ല, മൺഡേ, സൺഡേ, മൺഡേ. ഒരു മരുന്ന് വാങ്ങണം. എന്താ മരുന്ന്? ആ, വാങ്ങിക്കാം. എന്ത് മരുന്നാ? ഗ്യാസിനുള്ളത്. ശരി ശരി. ഡാഡി ആയിരുന്നു. അയാൾ എന്തിനിടക്ക് നമ്പർ മാറ്റിക്കൊണ്ടിരിക്കണത്? ബോസിന്റെ ഡാഡിക്കും ബോസിനെ പോലെ ഒരു അണ്ടർവേൾഡ് ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കുമോ? പറയാൻ പറ്റില്ല. ചാൻസസ് ആർ ദേർ. ഇടക്ക് കാണാറാവാറുണ്ട്. അത് തന്നെ. അവിടുത്തെ ഡോക്ടർ എനിക്ക് പരിചയമുള്ള ആളാ. ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എന്ന് കണ്ടാൽ മതി കേട്ടോ. എന്റെ പേര് പറഞ്ഞാൽ മതി നിങ്ങൾ എന്നിട്ട്. ഓക്കെ ടീച്ചറെ, സ്വാഗതം. ഓടിച്ചല്, ബസ് മിസ്സാവും. ചേച്ചി എന്താ ഉണ്ട്? മോനെ, നീ ടൗണിലേക്കാണോ? അതെ, പോകുന്നുണ്ട്. എന്തെങ്കിലും മേടിക്കാനുണ്ടോ? ഉണ്ട്, മോന്റെ മരുന്ന് തീർന്നു പോയി. ടെൻഷൻ, ഞാൻ വരുമ്പോ കൊണ്ടുവരാം. മേടിച്ചോണ്ടോന്നാ കേട്ടോ. അല്ല മോനെ, അതിന്റെ ചീട്ട് എടുക്കാൻ മറന്നു. അന്ന് മേടിച്ചു തന്ന മരുന്ന് തന്നെയല്ലേ? അതെ. ഞാൻ മേടിച്ചു തന്നോളാം. സുഭാഷ് അമ്മച്ചല്ലേ, ഞാൻ അവനെ തിരക്കിന്ന് പറയണേ. ശരി. അയ്യോ, നമ്മളിരിക്കുന്നതേ തണൽ മരത്തിന്റെ കീഴില. എന്നാ കാണാതിരിക്കുന്നുണ്ടല്ലോ നന്മ മരത്തെയാ. ഏത് മരമാണെങ്കിലും വെള്ളം ഒഴിക്കാതിരുന്ന വാടി പോവില്ലേ? എന്നിട്ട് ഇത് വാടി നിൽക്കുമ്പോ ആട് കടിച്ചതെന്ന് പറഞ്ഞാൽ നമ്മള് സമ്മതിക്കും. ഞാനിത് ഇതിനെ കൃത്യമായിട്ട് പ്രതികരിക്കുക തന്നെ. എന്തുകൊണ്ട് സൂക്ഷിച്ചു കേട്ടോ. നന്നായി പോന്ന്. ഞാൻ നിന്നെയും കാത്തിരിക്കായിരുന്നു. എന്താ ആവശ്യം? ഇതാണ്ട് എന്റെ അനന്തരവൻ. ഇവനൊരു ജോലി തരപ്പെടുത്തി കൊടുക്കണം. ഇത് എന്റെ സഹോദരിയുടെ മോന. സഹോദരി എന്ന് പറയുമ്പോ നമ്മുടെ പാലക്കാട് ആലത്തൂരുള്ള. അതെ, ചെറുപ്പത്തിൽ കണ്ടതാണ്. നിന്റെ പേരെന്തായിരുന്നു? കെവിൻ. സ്വീറ്റ് നെയിം. ഇപ്പൊ ഒരു 10-20 വയസ്സൊക്കെ കാണില്ല. ഏതുവരെ പഠിച്ചാ? ഡിഗ്രി കഴിഞ്ഞു. കമ്പ്യൂട്ടറാ. കമ്പ്യൂട്ടർ അല്ല, കമ്പ്യൂട്ടർ സയൻസ്. ഓ, അതാണ് അല്ലേ. അത് നമുക്കിപ്പോ ഈ IT മേഖലയൊന്നും എനിക്കത്ര പരിചയമുള്ള മേഖലയല്ല.
എങ്കിലും നമുക്ക് ബാംഗ്ലൂരുള്ള ഷമീറിനൊന്ന് വിളിച്ചു നോക്കാം. അവന് ഐറ്റം പരിപാടിയൊക്കെ ഉള്ളതാണല്ലോ. അവ സിനിമ എന്ന് പറഞ്ഞാ നടക്കുന്നത്. സിനിമയിൽ എന്തെങ്കിലും സിനിമയുടെ പരിപാടികളാണ് നോക്കുന്നത് അല്ലേ? സിനിമയിൽ എന്തായിട്ടാ നോക്കുന്നത്? അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടൊക്കെ. അസിസ്റ്റന്റ് ഡയറക്ടറാ ഷമീർ ബിസി. വലിയ പിടിപാടാണോ? സിനിമയിലെ പിടിപാടൊക്കെ എന്ന് പറയുമ്പം നമ്മുടെ പരിചയത്തില് സാജിർ എന്നും പറഞ്ഞൊരു ഡയറക്ടറുണ്ട്. സാഹചര്യം വേണ്ട. നീ വേണ്ടല്ലേ? വിചാരിച്ച നടക്കും. നോക്കാം. ഒന്ന് സാജിർ പറ്റത്തില്ലെങ്കിൽ മണിരത്നത്തിനും തമിഴ്, മണിരത്നത്തിനെയും പൂച്ച. മലയാളം 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 തന്നെ വേണം അല്ലേ? മലയാളം നമുക്ക് നോക്കാം. നമ്മുടെ പരിചയത്തിൽ ആരെങ്കിലും ഒക്കെ സെറ്റ് ചെയ്യാം കേട്ടോ. ഞാൻ നോക്കിയിട്ട് മാത്തച്ഛനെ അറിയിച്ചാ പോരെ? ധൈര്യമായിട്ട് കിട്ടും കേട്ടോ. ഓക്കെ. ഷൈജേട്ടേ എന്തോ പതുക്കെ മതി. ഞാൻ കുറച്ചാൾ ഇവിടെ തന്നെ ഉണ്ടാവും. കുറച്ചാൾ ഇവിടെ തന്നെ ഉണ്ട് അതല്ലേ? നോക്കാമോ? ശരിക്കും എനിക്ക് അർജന്റ് ആയിട്ട് എങ്ങോട്ടോ പോകാനുണ്ട്. അതാണ് കേട്ടോ. അപ്പൊ മാത്തച്ഛ ഓക്കെ കേട്ടോ. ഇതെങ്കിലും നീ ഒന്ന് നന്നായി ചെയ്യൂടാ. എന്തായാവോ കൂടിക്കുള്ളല്ലോ. മരുന്ന് വാങ്ങിക്കാം, അതൊന്ന് മെസ്സേജ് ഇട്. ഓള് വരാൻ കണ്ട സമയം. ഏത് മരുന്നാ? കാർലോസ് അല്ലേ? നീ ഏതറാ? അച്ഛനെന്തേ? അച്ഛനോ? അച്ഛൻ എറണാകുളത്ത്. എറണാകുളത്താ? അതെങ്ങനെ ഇവിടെ എത്തി? ഇത് പറടാ. കഴിഞ്ഞില്ലേ? എന്റെ അച്ഛനെ തൊട്ടാണ്ടല്ല എന്റെ സ്വഭാവം മാറും. അച്ഛനെ തൊടാനോ? ഞാനെന്തിനാ അച്ഛനെ തൊടുന്നേ? എടാ നീ എവിടെയാ ഉള്ളത് പറടാ. ഞാൻ എറണാകുളത്ത്. എടാ ഈ എറണാകുളത്ത് അച്ഛനെ കൊണ്ട് വെച്ചേക്കണത്? കൊണ്ടുപോയല്ല അണ്ണാ, എന്റെ അച്ഛൻ എപ്പോഴും എറണാകുളത്ത് തന്നെ ഉള്ളു. നിന്റെ അച്ഛൻ എവിടെ ഞാൻ ചോദിച്ചത്. എടാ എന്റെ അച്ഛൻ എവിടെയെന്നാ ചോദിച്ചത്? അറിയില്ല. അറിയില്ലേ? നിന്നെ നിന്റെ കുടുംബത്തെ ഞാൻ പേരോടെ ഇറക്കും. കാർലോസ് അണ്ണൻ, ഞാൻ സുമേഷ് ആണെന്നാ. ഈ സുമേഷാണ് ഞാൻ. കാർലോസ് അടപ്പില്ലേ? കാർലോസ് അണ്ണാ പി പാർട്ടി ഓഫീസിന്ന്. പി പാർട്ടിയാ? അതൊക്കെ എവിടെ ഉണ്ടാ? ഉണ്ടണ്ണാ ഉണ്ട്. നിനക്കിപ്പോ എന്താ വേണ്ടത്? എനിക്ക് അണ്ണന്റെ കയ്യിൽ ആ സാധനം വേണോ അണ്ണാ? എന്ത് സാധനം? അണ്ണാ ഞങ്ങൾക്ക് അറിയാം അണ്ണാ. റേഡിക്കുലസ്. ആ അത് ഞങ്ങൾക്ക് തരൂ. കോൺഫാബുലേഷൻ കഴിഞ്ഞിട്ട് വിളിക്കാം. അതെന്ത് സാധനം? അത് വേണ്ട. നീ ഇങ്ങോട്ട് വിളിക്കണ്ട, ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം. ഇങ്ങോട്ട് വിളിച്ച് ചൊറിഞ്ഞറിയാല ഒക്കെ കൂടി ചവിട്ടി കൂടി ആ സാധനം ഞാൻ കത്തിച്ചോളയും. ആ അയ്യോ അണ്ണാ കട്ടയല്ലേ? ആ ബോസ്, അവിടെ ഒരു കടയുണ്ട്, നമുക്ക് അവിടുന്ന് പാർസൽ വാങ്ങിക്കാം. ബാ. ഹലോ. ആ നോൺ എ സി 2000 റുപ്പീസ്. ഹലോ. ഡോ ആ ആ പൊട്ടേന്റെ പൈസ എത്രയാ വെച്ചാ പറഞ്ഞാ മതി. ആ സാറ് നമുക്ക് പരിചയമുള്ളല്ലോ സാറേ. പൈസ ഒന്നും വേണ്ട സാറേ. വേണ്ടേ? ഓ വേണ്ട സാറേ. വേണ്ട? വേണ്ട. വേണ്ടെങ്കി വേണ്ട. ദാ, പിടിച്ചോ. ഐ, എന്നാ ഇതും വേണ്ട. പോട്ടെ. എക്സ്ക്യൂസ് മീ. Come on. വഴി. സാർ വെള്ളം കുടിച്ചില്ലായിരുന്നു? നിന്റെ ഡെഡിക്കേഷൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. കാറ് ഫുള്ളാണ്, ഇല്ലെങ്കിൽ നിന്നെയും കൊണ്ടുപോയാനെ. സാർ വെള്ളം. പോട്ടറാ. സാർ വെള്ളം കുടിച്ചില്ല? സാറ് നായിൻ്റെ. അതേ ഈ അല്ല ഞാൻ പോട്ടെ. ഇവന്മാരെ എന്താ സാർ? ആ താൻ എവിടെ ആയിരുന്നു? ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു. എന്റെ വിത്തൗട്ട് ചായ എവിടെ? സാറിന്റെ ചായ. തന്റെ സുന്ദരൻ എവിടെ? പുറത്തുണ്ട് സാർ. ഒന്ന് വിളിക്കണോ? ഓക്കെ സാർ. സുന്ദര, നീയല്ലേ ലവൻ? അപ്പൊ നിങ്ങളെ വരെ. വാ വാ വാ. സാറേ സുന്ദര ഇപ്പൊ ഒരുപോലെ. അതെ സുന്ദര, നീ ജയപ്രകാശിന്റെ വീട് വരെ ഒന്ന് പോണം. അവിടെ ഇപ്പൊ സങ്കടമാണോ സന്തോഷമാണോ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ പതിപോലെ തന്നെയാണ് ആഘോഷങ്ങൾ വല്ലതും നടക്കുന്നുണ്ടോ നോക്കണം. പിന്നെ പെട്ടെന്ന് വേണം, പുറത്താരും അറിയരുത്. ആരും അറിയില്ല, ഞാനേറ്റ്.
ടെൻഷൻ അടിച്ച് മനുഷ്യന് വല്ല അറ്റാക്കും വരുമെന്നാ എന്റെ പേടി. ഏയ് അങ്ങനെ സാറിനെ പെട്ടെന്ന് ദൈവം വിളിക്കൊന്നുമില്ല. ആ, പിന്നെ ആ വീഡിയോ ലീക്ക് ആയി കഴിഞ്ഞാൽ ജയപ്രകാശ് ജയിക്കുമല്ലോ എന്ന് ഓർക്കുമ്പോളാ. ഓ, കഴുതാ കുറച്ചൊന്ന് പറയാടോ. സോറി സാർ. ഇതെന്താ ഇതാക്കുന്നേ? പുട്ടും കടലേൻ. എന്റെ ചായ എവിടെ? ആ സാറിന്റെ ചായ. ആ, എന്താ? കുറച്ച് കഴിഞ്ഞിട്ട് വിളിച്ചാ മതി സാറേ. ആരെ? ജയപ്രകാശിന്റെ ഇപ്പോഴത്തെ അവസ്ഥ. എന്ത് പറ്റി അവന്റെ അവസ്ഥക്ക്? ഓ നല്ല ഉറക്കാന്ന്. ജയപ്രകാശോ? ഈ സമയത്ത് അവൻ ഉറങ്ങുന്ന പതിവില്ലല്ലോ. ജയപ്രകാശല്ല, മാറ്റോയെ. മറ്റവൻ അതാരാ? നമ്മളെ ചാരേ. ചാരനോ? ജയപ്രകാശിന്റെ ഡ്രൈവർ. ഓന് നമ്മളെ ആളാണ് സാറേ. അവനെ പോയി നോക്കാൻ പറഞ്ഞിട്ട് ചാരനെ ഉണ്ടാക്കി നടക്കുന്നു. അവിടെ പോയി നോക്കണോ? റാസ്കൽ. ഏത് നേരത്താണ് എനിക്കത് വീഡിയോ എടുത്ത് സൂക്ഷിക്കാൻ തോന്നിയത്? സാറേ ഞാനത് ആലോചിക്കണേ. സാർ ഇതിന് ഈ വീഡിയോ ഒക്കെ പകർത്താൻ പോയേ? പറ്റിപ്പോയടോ. ഇത് ഞാൻ എങ്ങനെ നൂരിപ്പോരും എന്റെ ദൈവമേ. അകത്ത് പോയി നക്കടോ. ഓ നക്കാനും പറ്റൂലേ? ഇവന്മാരെ കൊണ്ട് ഞാൻ പെടുന്ന പാടച്ഛൻ കാണുന്നില്ലേ? ആ വീഡിയോ, എന്റെ ഇമേജ്